കേരളത്തിലെ മിഡിൽ ക്ലാസ് ട്രാപ്പ് നിങ്ങൾ അതിൽ കുടുങ്ങിയോ? പുറമേ കാണാൻ നല്ല ജോലിയും മാന്യമായ ശമ്പളവും കാറും സ്വന്തമായ ഒരു വീടും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ് കേരളത്തിലെ മിക്ക മധ്യവർഗ കുടുംബങ്ങളും എന്നാണ് ഒരു വെപ്പ്. എന്നാൽ ഇതിൽ എത്ര പേർക്ക് ഓരോ മാസവും ശമ്പളം കിട്ടുന്നതും കാത്ത് കടം വാങ്ങി ജീവിക്കേണ്ടി വരുന്നുണ്ടെന്ന് അറിയാമോ? മാസം 60,000 രൂപയോ 70,000 രൂപയോ ഒക്കെ ശമ്പളമുള്ള ഒരാൾക്ക് പോലും മാസാവസാനം കയ്യിൽ മിച്ചം ഒന്നും വയ്ക്കാനില്ലാത്തൊരു അവസ്ഥ. അത് കേരളത്തിലെ ഒരു സാധാരണ പ്രതിസന്ധി എന്നതിലുപരി ഒരു കെണിയായി മാറിക്കഴിഞ്ഞു. ഒരു പക്ഷെ നിങ്ങളും അറിയാതെ ഈ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ടായിരിക്കാം. നമുക്കൊരു സാധാരണ മലയാളി കുടുംബത്തെ ഉദാഹരണമായി എടുക്കാം. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്ന ഒരാൾ. മാസ ശമ്പളം ഏകദേശം 60,000 അടുത്ത് വരും. ഭാര്യ ഒരു സ്കൂൾ ടീച്ചർ ആയിരിക്കും. 2 കുട്ടികൾ. നഗരത്തിൽ അത്യാവശ്യം സൗകര്യമുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് നിങ്ങളുടെ താമസം. ഒറ്റ നോട്ടത്തിൽ അവരെന്തൊരു വിജയകരമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് നമ്മൾക്ക് തോന്നും. എന്നാൽ ഓരോ മാസവും 1-ാം തീയതി അക്കൗണ്ടിൽ ശമ്പളം വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വന്ന ശമ്പളത്തിന്റെ സിംഹഭാഗവും, അതായത് ഏകദേശം 40% പോകുന്നത് ഹൗസിംഗ് ലോൺ EMI അടയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു 15% കാർ ലോണിലേക്കായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, വണ്ടിയുടെ ഡീസൽ, വീട്ടു ചിലവുകൾ, പലചരക്ക്, പാചകവാതകം, കറണ്ട് ബില്ല്, ഫോണ്, ഇന്റർനെറ്റ് ഇതെല്ലാം കഴിയുമ്പോഴേക്കും മാസം പകുതിയാകും. ശമ്പളം അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടായിരിക്കും. പിന്നീടുള്ള 2 ആഴ്ചത്തെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് ക്രെഡിറ്റ് കാർഡിന്റെ ബലത്തിലായിരിക്കും. അതിനിടയിൽ ഒരു കല്യാണമോ പിറന്നാളോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖമോ വന്നാൽ ആ മാസത്തെ ബഡ്ജറ്റ് മൊത്തത്തിൽ താളം തെറ്റും. ആ വിടവ് നികത്താൻ ഒരു പേഴ്സണൽ ലോൺ പലപ്പോഴും എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അടുത്ത മാസം ശമ്പളം വരുമ്പോൾ പുതിയ ലോണിന്റെ EMI കൂടി അടച്ചു തുടങ്ങണം. ഇതൊരു തീരാത്ത വലയം പോലെ ഇങ്ങനെ തുടരുന്നു. സമ്പാദ്യം എന്നത് ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുന്നു. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് പരിചയം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിച്ചു തീർക്കുന്നത് ഈ യാഥാർത്ഥ്യത്തിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മധ്യവർഗം ഇത്രയധികം ഈ കടക്കണിയിലേക്ക് വന്നു പെടുന്നത്? അതിന് നമ്മുടെ നാടിന് മാത്രമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി സാമൂഹിക സമ്മർദ്ദം. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നൊരു ഒറ്റ ചിന്തയിൽ നമുക്ക് പല സാമ്പത്തിക തീരുമാനങ്ങളും എടുക്കേണ്ടി വരികയും അത് നമ്മുടെ ഈ സാമ്പത്തിക നിലയെ അട്ടിമറിക്കുകയും ചെയ്യുന്നു. അയൽക്കാരൻ വാങ്ങിയതിനേക്കാൾ സൗകര്യമുള്ള കാർ, ബന്ധുക്കൾ പണിതതിനേക്കാൾ വലിയൊരു വീട്, മക്കളുടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, ആർഭാടം നിറഞ്ഞ വിവാഹം, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ കഴിവിന് മുകളിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫലം തീർത്താൽ തീരാത്ത ലോണുകളും കടങ്ങളും മാത്രമാണ്. രണ്ടാമതായി ഗൾഫ് പണത്തിന്റെ സ്വാധീനം എന്നൊരു കാര്യമാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ പ്രവാസി പണം നമ്മുടെ ജീവിത നിലവാരം കൂട്ടി. പക്ഷെ അതോടൊപ്പം തന്നെ ജീവിത ചിലവിനെയും കുത്തനെ ഉയർത്തുകയാണ് ഉണ്ടായത്. ഭൂമിയുടെ വില, വീട് വെക്കാനുള്ള ചിലവ്, വിദ്യാഭ്യാസ ചിലവ് ഇവയെല്ലാം സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് എത്തിയത്. ഗൾഫിലെ ജോലികൾക്ക് പഴയതുപോലെ ഉറപ്പില്ലാതായപ്പോൾ ഈ ഉയർന്ന ജീവിത ചിലവിൽ പിടിച്ചു നിൽക്കാൻ സാധാരണ വരുമാനക്കാർ ശരിക്കും പാടുപെടുകയാണ്. മൂന്നാമതായി ശമ്പളത്തിലെ മുരടിപ്പും വിലക്കയറ്റവുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പല മേഖലകളിലും ശമ്പള വർധനവ് കാര്യമായി ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനും വില ഇങ്ങനെ കൂടുകയാണ്. പെട്രോൾ, ഡീസൽ, പാചകവാതകം തുടങ്ങി എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില ഇങ്ങനെ കുതിച്ചു കയറുന്നു. പലപ്പോഴും കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ്. അതായത് നിങ്ങളുടെ വരുമാനം അവിടെ തന്നെ നിൽക്കുമ്പോഴും ചിലവുകൾ റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിച്ചുയരുകയാണെന്ന്. നാലാമത്തെ കാര്യം സർക്കാരിന്റെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമാണ്. സംസ്ഥാനത്തിന്റെ കടബാധ്യത വർദ്ധിച്ചത് സർക്കാരിന് പുതിയ നികുതികൾ ചുമത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുന്നത്, നികുതി കൂട്ടുന്നത്, വിവിധ സേവനങ്ങളുടെ ഫീസ് ഉയർത്തുന്നത് ഇതെല്ലാം അവസാനം ബാധിക്കുന്നത് നമ്മളെ പോലെയുള്ള ഇടത്തരക്കാരെയാണ്. ഈ സമ്മർദ്ദം നേരെ ബാധിക്കുന്നത് നമ്മുടെ ഈ കീശയാണ്. ഈ സാമ്പത്തിക ഘടിക്ക് ഒരു മാനസികമായിട്ടുള്ള വശം കൂടിയുണ്ട്. അത് സുരക്ഷിതത്വം തേടിയുള്ള നമ്മുടെ ഓട്ടമാണ്. ഒരു സർക്കാർ ജോലി കിട്ടിയാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരുടെ നാടാണ് നമ്മുടേത്. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു പേടി നമുക്കുണ്ട്. ബിസിനസ് ചെയ്താൽ പൊളിഞ്ഞു പോകുമോ എന്ന ഭയം, അതെല്ലാം നമ്മൾ റിസ്ക് എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള അവസരങ്ങൾ കേരളത്തിൽ കുറവായതുകൊണ്ട് പലരും കിട്ടുന്ന ശമ്പളത്തിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ നിർബന്ധിതരാകുകയാണ്.
അതോടൊപ്പം പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതും ഒരു വലിയ പ്രശ്നമാണ്. എങ്ങനെ ബഡ്ജറ്റ് ഉണ്ടാക്കണം, എവിടെ നിക്ഷേപിക്കണം, കടങ്ങൾ എങ്ങനെ തീർക്കണം എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ നമ്മളെ തെറ്റായ തീരുമാനങ്ങളിലേക്കാണ് പലപ്പോഴും നയിക്കുന്നത്. കിട്ടുന്ന പണം മുഴുവൻ ചെലവാക്കുകയും ഭാവിക്കായി ഒന്നും കരുതി വെക്കാതിരിക്കുകയും ചെയ്യുന്ന ശീലം നമ്മളെ കൂടുതൽ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും കെണിയിലാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. താഴെ പറയുന്ന 5 ലക്ഷണങ്ങളിൽ 2 എണ്ണമെങ്കിലുമായി നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ അകപ്പെട്ടിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാസത്തിന്റെ 2ാം പകുതി മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രെഡിറ്റ് കാർഡിനെയോ കൂട്ടുകാരെയോ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്ടെന്നൊരു ജോലി നഷ്ടമോ ആശുപത്രിയിലെ ആവശ്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം 3 മുതൽ 6 മാസം വരെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ പണം നിങ്ങളുടെ കയ്യിൽ കരുതലായിട്ടുണ്ടോ എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് ഒരു നൂൽപാലത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പുതിയ ഫോൺ, ലേറ്റസ്റ്റ് ബൈക്ക്, വെക്കേഷൻ, യാത്രകൾ ഇതെല്ലാം EMI ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം നടക്കുന്നതാണോ എന്നതാണ് അടുത്തത്. എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ കടം വാങ്ങി ജീവിക്കുന്നവരാണെന്ന് തന്നെയാണ്. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ജീവിതവുമായി സ്വയം താരതമ്യം ചെയ്ത് സാമ്പത്തികമായി താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ പണം ചിലവഴിക്കുന്നുണ്ടോ എന്നതാണ് മറ്റൊരു കാര്യം. ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, SIP എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവി അപകടത്തിലാണ്. ഈ കെണി ഭയാനകമായി തോന്നാമെങ്കിലും അതിൽ നിന്ന് പുറത്തു കടക്കാൻ വഴികളുമുണ്ട്. അതിന് വേണ്ടത് കുറച്ച് കഷ്ടപ്പെടാനുള്ള മനസ്സും കൃത്യമായ അച്ചടക്കവുമാണ്. ഒന്നാമതായി നിങ്ങൾ ഒരു കെണിയിലാണെന്ന് ആദ്യം സ്വയം സമ്മതിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു മാസം നിങ്ങളുടെ ഓരോ രൂപയും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു നോട്ട്ബുക്കിലോ മൊബൈൽ ആപ്പിലോ കൃത്യമായി എഴുതി വെക്കുക. അതായത് ചായ കുടിക്കുന്നത് മുതൽ സിനിമ കാണുന്നത് വരെ എല്ലാം. മാസാവസാനം ഈ കണക്ക് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. അനാവശ്യമായി എത്ര പണമാണ് നിങ്ങൾ കളയുന്നതെന്ന് അത് നിങ്ങളെ പഠിപ്പിക്കും. മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ലളിതമായ ഒരു ബഡ്ജറ്റ് രീതിയാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുക. അതായത് EMI, ഭക്ഷണം, വാടക ഇവക്കൊക്കെ ഉപയോഗിക്കുക. 30% കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി ചിലവഴിക്കും. അതായത് വിനോദയാത്ര പോവുക, ഷോപ്പിംഗ് പോവുക തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ വരുന്നത്, അത് ഏറ്റവും പ്രധാനമായി, ബാക്കി 20% എങ്കിലും എന്തു വന്നാലും സമ്പാദ്യത്തിനും നിക്ഷേപത്തിനുമായി മാറ്റിവെക്കുക എന്നൊരു കാര്യമാണ്. ശമ്പളം വരുമ്പോൾ തന്നെ ഈ 20% മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. അത് തന്നെയാണ് ഏറ്റവും നല്ല വഴിയായി കണക്കാക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കടങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഏറ്റവും കൂടുതൽ പലിശ അടയ്ക്കുന്ന കടം എന്താണെന്ന് കണ്ടെത്തുക. കൂടുതലും അത് ക്രെഡിറ്റ് കാർഡിന്റെ കുടിശ്ശികയായിരിക്കും. അത് ആദ്യം അടച്ചു തീർക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒരു കാരണവശാലും മിനിമം തുക മാത്രം അടച്ച് രക്ഷപ്പെടാൻ നോക്കുകയേ ചെയ്യരുത്. അധികമായി കിട്ടുന്ന ഓരോ രൂപയും ഈ കടം തീർക്കാൻ ഉപയോഗിക്കുക. നാലാമതായി, ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഒരു സൈഡ് വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൺലൈൻ ട്യൂഷൻ, ഫ്രീലാൻസ് എഴുത്ത്, ഡിസൈനിങ്, യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ ഒഴിവ് സമയത്തെ പണമാക്കി മാറ്റാൻ 100 കണക്കിന് വഴികളുണ്ട്. വരുമാനം കൂടുമ്പോൾ ജീവിത ചിലവ് കൂട്ടാതെ ആ അധിക വരുമാനം നിക്ഷേപത്തിലേക്ക് തിരിച്ചുവിടുക. അഞ്ചാമത്തെ കാര്യം, ഒരു നിക്ഷേപം ശീലമാക്കുക എന്നതാണ്. ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ പണം വെറുതെ ഇട്ടിരിക്കുന്നത് പണം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. കാരണം പണപ്പെരുപ്പം നിങ്ങളുടെ പണത്തിന്റെ മൂല്യം കുറച്ചുകൊണ്ടേയിരിക്കും. മ്യൂച്വൽ ഫണ്ടുകളിലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, അതായത് SIP ഒക്കെ വഴി മാസം 500 രൂപ മുതൽ പോലും നിക്ഷേപം നമുക്ക് തുടങ്ങാവുന്നതാണ്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ കോമ്പൗണ്ടിങ് ശക്തി നിങ്ങളുടെ ചെറിയ നിക്ഷേപങ്ങളെ വലിയൊരു സമ്പത്താക്കി മാറ്റും. സ്വയം പഠിച്ചിട്ട് നിക്ഷേപങ്ങൾ നടത്തുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആവശ്യമാണെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായവും നിങ്ങൾക്ക് തേടാവുന്നതാണ്. മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്നത് കേരളം നേരിടുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പുറമെ കാണുന്ന സന്തോഷത്തിനും ആഘോഷങ്ങൾക്കും പിന്നിൽ പലരും കടത്തിന്റെ കയങ്ങളിൽ മുങ്ങി താഴുകയാണ്. എന്നാൽ ശരിയായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും നമുക്ക് ഈ കെണിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അതിനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങൾ ഒരു ജീവിതം സന്തോഷത്തോടെ ജീവിക്കുകയാണോ, അതോ കടങ്ങൾ അടച്ചു തീർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണോ?